ഹലോ ഹലോ ഗൈസ്, എൻ്റെ രാക്ഷസി ഇത് വിളിച്ച് കളിയാക്കുന്നു ഗൈസ്. എൻ്റെ എൻ്റെ കണ്ണിൽ ഇത്തിരി കൺമഷി വരെ തേച്ചതിന് രാക്ഷസി ഇത് വിളിച്ച് കളിയാക്കുന്നു ഗൈസ്. എനിക്ക് സങ്കടം വരുന്നു ഗൈസ്. അയ്യോ വേറെയൊന്നുമല്ല, എനിക്ക് ഈ കണ്ണ് കഴിക്കുന്ന സ്വഭാവമുണ്ട്. എപ്പോഴും ഇങ്ങനെ കണ്ണ് കഴിക്കൊണ്ടിരിക്കും. കണ്ണിൽ കരി എഴുതി കഴിഞ്ഞാൽ കുറച്ച് നേരം മാത്രം അത് വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണിൽ കൈക്ക് ആ കണ്ണിൽ മഷി അത്രയും ഈ കണ്ണിൽ അത്രയും പടർത്തിയിട്ട് ഒരു കോമാളിലേക്ക് ഞാൻ തന്നെ എൻ്റെ കണ്ണിനാക്കി വയ്ക്കും. പക്ഷേ എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ണെഴുതിയവരെ കാണുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു പിള്ളേരൊക്കെ കാണുമ്പോഴേ ഭയങ്കര ക്യൂട്ട്നെസ് ആയിട്ടിരിക്കും. അവർ ഭയങ്കര ക്യൂട്ടായിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് അവർ കണ്ണെഴുതും പോലെ ഞാൻ കണ്ണെഴുതിയ എനിക്ക് ആ ക്യൂട്ട്നെസ് വരത്തില്ല, ആ ഭംഗി വരത്തില്ല. അതൊരു സത്യമാണ്. പിന്നെ എന്താ പറയുക, വേറെ ഒന്നുമില്ല. ഇന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. മഴയൊന്നും വഹ വെച്ചില്ല. ഞാൻ കോവിലിൽ പോയി, ക്ഷേത്രത്തിലൊക്കെ പോയി. നല്ലൊരു അനുഭവമായിരുന്നു. നന്നായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു വിധമുള്ള ദേഷ്യവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിനൊരു ശമനം ഉണ്ടാവും എന്ന് പറയുന്നത് എത്ര വലിയ സത്യമാണെന്നുള്ള കാര്യം ഇന്ന് എനിക്ക് ബോധ്യമായി. നന്നായിട്ട് ആളിക്കത്തി പടർന്നുകൊണ്ടിരുന്ന ഒരു അഗ്നികുംഭം പോലെ ഇരുന്ന ഒരു എന്താ പറയുക, ഒരു പക, ഒരു ദേഷ്യം, ഒരാളോടുള്ള ദേഷ്യം, അത് പതിയെ അതൊന്ന് ശകലം ഒന്ന് അണയാനുള്ള ഒരു കാരണം. ക്ഷേത്രത്തിൽ പോയി അത് ദർശനം കണ്ടു, തൊഴുതു. അപ്പം കുറച്ചൊരു സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ക്ഷേത്ര ദർശനം നടത്തുന്നത് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു ആരാധനാലയത്തിൽ പോകുന്നത് ഒരു കാരണവശാലും നമുക്ക് ഒത്തിരി സ്വത്ത് അല്ലെങ്കിൽ കോടിക്കണക്കിന് സ്വത്ത് കിട്ടും എന്ന് വിചാരിച്ച് ആരും പോകരുത്. അങ്ങനെയൊന്നും കിട്ടത്തില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നശിച്ചു പോവാതെ, എന്ന് വെച്ചാൽ ചവറല്ലേ, ചവറുകൾ നിറച്ചതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം വരും, ഒരു പുതു വെളിച്ചം വരും, ഒരു സന്തോഷം, സമാധാനം, ഒരു സ്നേഹം, മറ്റുള്ളവരോട് ഒരു സ്നേഹവും ഒരു ബഹുമാനം, ഇതൊക്കെ നമ്മളിലേക്ക് വന്ന് ചേരാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നമ്മൾ ആരാധനാലയങ്ങളിൽ, അത് പള്ളിയാവാം, മുസ്ലിം പള്ളിയാവാം, ക്ഷേത്രങ്ങളാവാം, എവിടെയായിരുന്നാലും പോകുന്ന അവിടുത്തെ ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി അത് നമ്മളിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അത് സത്യമാണ്. ഇത്രയേ ഉള്ളൂ. ബൈ.